സർക്കാർ കൊട്ടിയാഘോഷിച്ച സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ട്രൈബൽ വില്ലേജായി പ്രഖ്യാപിച്ച കണ്ണംകുണ്ട് ആദിവാസി നഗരം 7 വർഷം കഴിഞ്ഞിട്ടും കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാഴ്ന്നിരിക്കുകയാണ്. പ്രളയബാധിതരായ കുടുംബങ്ങൾ അടിസ്ഥാന സൌകര്യമില്ലാതെ കഷ്ടതകൾ നേരിടുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ കണ്ണംകുണ്ട് ആദിവാസി നഗരത്തിലെ 34 കുടുംബങ്ങളാണ് കഴിഞ്ഞ 7 വർഷമായി കുടിവെള്ള സൌകര്യമില്ലാതെ കഴിയുന്നത്. 2018 പ്രളയത്തിൽ മതിൽമൂല, വൈലാശ്ശേരി പ്രദേശങ്ങളിലെ ഇവരുടെ വീടുകളും സ്ഥലങ്ങളും പൂർണ്ണമായി നശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പുനരധിവാസത്തിനായി വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ 25 ഏക്കർ സ്ഥലത്താണ് കണ്ണംകുണ്ട് മാതൃകാ ട്രൈബൽ വില്ലേജ് സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത്. ഓരോ കുടുംബത്തിനും 50 സെന്റ് വീതം ഭൂമിയും 7 ലക്ഷം ചെലവിൽ 34 വീടുകളും നിർമ്മിച്ചു നൽകി. ഒരു മാസത്തിനുള്ളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് 20ഓളം കുടുംബങ്ങൾ ഇവിടെ താമസവും തുടങ്ങി. എന്നാൽ ഇന്നുവരെ കുടിവെള്ളം എത്തിച്ചിട്ടില്ല. ഇതിന്റെ ഫലമായി ഏകദേശം 14 കുടുംബങ്ങൾ ഇപ്പോഴും 2018 പ്രളയത്തിൽ തകർന്ന വീടുകളിലാണ് താമസം തുടരുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ദിവസം മാത്രം വെള്ളം എത്തിക്കുകയും പിന്നീട് സ്ഥിരമായി വിതരണം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ ജലവിതരണം വീണ്ടും നിലച്ചു. ഇപ്പോൾ സമീപത്തെ 2 കുടുംബങ്ങൾ വെള്ളം നൽകി സഹായിക്കുന്നതിനാലാണ് ഇവർ ഇവിടെ തുടരുന്നത്. 100 മുതൽ 200 മീറ്റർ വരെ ദൂരത്തിൽ നിന്ന് തലയിൽ ചുമന്നാണ് വെള്ളം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. വീടുകളുടെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കുടിവെള്ള ടാപ്പുകൾ ഉപയോഗിക്കപ്പെടാതെ നിൽക്കുന്നത് അധികൃതരുടെ അനാസ്ഥ വ്യക്തമാക്കുന്നു. നഗരത്തിലെ ബാലൻ എന്ന വ്യക്തിക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിണർ നിർമ്മിക്കാൻ ധനസഹായം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നു. കുടുംബാംഗങ്ങളുടെ കൂലിപ്പണിയിൽ നിന്ന് കണ്ടെത്തിയ ഏകദേശം 70,000 രൂപ ചെലവഴിച്ച് ബാലൻ കിണർ നിർമ്മിച്ചു. ഇപ്പോൾ 5 കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. എന്നാൽ ഇതുവരെ ബാലന് സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. കടുത്ത വേനൽ ചൂട് ദുരിതമിരട്ടിയാക്കിയ സാഹചര്യത്തിൽ കണ്ണംകുണ്ട് ആദിവാസി നഗരത്തിലെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി കുടിവെള്ളം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ആദിവാസി ക്ഷേമത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിച്ചിട്ടും അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും ഉറപ്പാക്കാൻ കഴിയാത്തത് അധികൃതരുടെ ഗുരുതരമായ അവഗണനയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വെള്ളത്തിന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. ഞങ്ങളിപ്പോൾ അയൽവാസികളുടെ അടുത്തൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ വെള്ളം ഇപ്പോൾ ഇലക്ഷൻ്റെ അന്ന് ഒരു കുറച്ച് വെള്ളം ഇട്ട് തന്നു. പിന്നെ വെള്ളം വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ വിഷു കഴിയട്ടെ, ഇലക്ഷൻ കഴിയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ഇന്നലെ വിഷു കഴിഞ്ഞിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. പിന്നെ കിണറിൻ്റെ അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടെ ആകെ ഒരു കിണറുള്ളൂ. വെള്ളമില്ല. ഞങ്ങൾ 6 കൊല്ലം വരെ ഇവിടെ വന്നിട്ട് വെള്ളമില്ല. വെള്ളം കിട്ടും പറഞ്ഞു. ഇപ്പം കിണറും ഇല്ല, വെള്ളവും ഇല്ല. ഞങ്ങൾ അപ്പുറത്തുനിന്നൊക്കെ കൊണ്ടല്ലാണ്. 2018 പ്രളയം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാ. ഇതൊരു 7 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഒരു വെള്ളം തരാം, മറ്റേ തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ പൈപ്പ് ഇട്ട് ഇതില്ലെന്നല്ലാതെ ഒരു ഇപ്പം ഈ ഇലക്ഷൻ അടുപ്പിച്ച് ഒരു ദിവസം വന്ന് വെള്ളം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതും നിന്ന് അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുത്ത് അവരിത് കഴിഞ്ഞ്. ഈ ചാനൽ ചാലിയാർ. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.